അല്ലെങ്കിലും നല്ല നല്ല ചോദ്യങ്ങൾ ചോദിക്കാന്നുണ്ടെങ്കിൽ കിട്ടുന്ന ഉത്തരവും ഭംഗിയുള്ളതാവും. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നൊരു കഥയുണ്ട്. ഒരിക്കല് അബ്ദുൽ മാലിക് ബിൻ മർവാന്റെ അടുത്തേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്നിട്ട് തന്റെ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും പറയുന്നുണ്ട്. 3 വർഷങ്ങളായിട്ട് ഒരുപാട് പ്രയാസത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ വർഷവും പ്രയാസങ്ങൾ ഇങ്ങനെ അധികരിച്ച് വരികയാണെന്നുണ്ട് വളരെ സങ്കടത്തോടു കൂടി പറയുന്നുണ്ട്. ആദ്യത്തെ വർഷം ഞങ്ങളുടെ കന്നുകാലികളെല്ലാം നശിച്ചു പോയി. 2ാമത്തെ വർഷമായപ്പോഴേക്കും ഭക്ഷണമില്ലാതെ പട്ടിണിയിലായിട്ട് ശരീരത്തിൽ നിന്നും ഇറച്ചിയുടെ തൂക്കം കുറഞ്ഞു, ഞങ്ങൾ പട്ടിണിയിലായിട്ടുണ്ട്. 3ാമത്തെ വർഷമായപ്പോഴേക്കും ഒരു തുള്ളി വെള്ളം പോലും കിട്ടാത്ത അവസ്ഥയായി. അങ്ങനെ കഷ്ടപ്പാടായ 3 വർഷമാണ് കഴിഞ്ഞു പോയത് എന്ന് സങ്കടത്തോടു കൂടി പറയുന്നുണ്ട്. ശേഷം അദ്ദേഹത്തിനോട് പറയുന്നുണ്ട്, നിങ്ങളുടെ കയ്യിൽ ഒരുപാട് സമ്പത്തുണ്ട് എന്ന് എനിക്കറിയാം, ഒരുപാട് സമ്പത്തിന് ഉടമയാണ് നിങ്ങൾ എന്ന് എനിക്കറിയാം. അത് അള്ളാഹുവിന്റെ സമ്പത്താണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹുവിന്റെ ദാസന്മാർക്ക് നൽകണം. അതല്ല, അത് നിങ്ങളുടെ സമ്പത്താണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വതക്ക നൽകണം, അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകും. ഇത് കേട്ട ഉടനെ അബ്ദുൽ മാലിക് ബിൻ മർവാനി 10,000 ദിർഹം എടുത്തിട്ട് അദ്ദേഹത്തിന് നൽകുന്നുണ്ട്. എന്നിട്ട് മനോഹരമായിട്ട് സന്തോഷത്തോടു കൂടി പറയുന്നുണ്ട്, അല്ലെങ്കിലും നല്ല നല്ല ചോദ്യങ്ങൾ ചോദിച്ചാൽ നമുക്ക് എങ്ങനെ ഒരു കാര്യം നിഷേധിക്കാൻ പറ്റുക എന്നുള്ളത്. അതെ, നല്ല നല്ല ചോദ്യങ്ങൾ ചോദിക്കാന്നുണ്ടെങ്കിൽ ആർക്കും ഒന്നും നിഷേധിക്കാൻ പറ്റില്ല.